ഹലോ! ഞാൻ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പം ഞാൻ കടയിൽ പോവുകയാണ് സാധനം മേടിക്കാനായിട്ട്. ഈ മഴയത്ത് ഈ കടയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കടയിലെത്തി. എനിക്കിവിടുന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല. ആകെ ബിരിയാണിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി. അതെല്ലാം ഞാൻ വാങ്ങി. പിന്നെ ഈസ്റ്ററിന്റെ ഓഫർ ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി. പിന്നെ ചുമ്മാ അവിടൊക്കെ നടന്നിങ്ങനെ. ഹലോ. അപ്പം ഞാൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി. ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇതാണ് ഞാൻ മേടിച്ച സാധനങ്ങൾ. അപ്പം ഉള്ളി കട്ട് ചെയ്യുവാണ് ഫസ്റ്റ്. ഞാൻ ഏകദേശം 10 ഉള്ളിയാണ് എടുത്തത്. അത് എല്ലാത്തിനും കൂടിയാണ്, സാലഡിനും എല്ലാത്തിനും കൂടിയാണ് എടുത്തത്. ഇനി കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ബട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട്, കാരണം ഗീ ഇല്ലായിരുന്നു. പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് ഉള്ളിയും ഫ്രൈ ചെയ്തെടുക്കും. ഉള്ളി ഞാനൊരു 2-3 റൗണ്ടായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. ചെറിയ പാത്രമല്ലായിരുന്നു. ഇനി ഉള്ളി അവിടെ ഇരുന്ന് ഫ്രൈ ആകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വഴട്ടിയെടുക്കാം. ഇനിയാണ് നമ്മളുടെ മെയിൻ ഐറ്റം ചിക്കൻ. ഞാൻ നേരത്തെയും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പൊ ചിക്കൻ ഇതിലിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഇവിടെ ഇന്ത്യ ഗേറ്റിന്റെ റൈസാണ് എടുത്തേക്കുന്നത്. അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുകയാണ്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ചിക്കനിലോട്ട് ഇടുക. എന്നിട്ട് അത് കുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചു നേരം അടച്ചു വെക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ റൈസ് സെറ്റ് ആക്കുന്നുണ്ട്. ചിക്കനും റൈസും റെഡിയായി. ഇനി അത് ഒന്ന് ചെറുതായിട്ട് ഗാർണിഷ് ഒക്കെ ചെയ്ത് സെറ്റായി. ബിരിയാണി ഞാൻ ഇടയ്ക്കൊന്ന് ദം ചെയ്യാൻ വെച്ചായിരുന്നു, പക്ഷെ അതിന്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അങ്ങനെ ബിരിയാണി റെഡി. എനിക്ക് കഴിക്കാൻ പോന്നു. ബൈ.